Quarter presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ilekku swagatham. Arabian Kitchen Magic. Arabian Kitchen Magicന്റെ സെമി ഫൈനൽ ഡേ സെക്കൻഡ് പാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തായ് വിഭവങ്ങളുടെ റൗണ്ട്. വളരെ പ്രധാനപ്പെട്ട റൗണ്ടാണ്. കാര്യം സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് സെക്ഷനായിട്ടായിരുന്നു. ഒന്ന് ചൈനീസ്, രണ്ടാമത്തത് തായ്. അപ്പോൾ ഈ തായ് വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ചൈനീസോളം തന്നെ അല്ലെങ്കിൽ ചൈനീസിനെ കാട്ടിലും ഒരു പക്ഷേ സ്വാദുള്ള വിഭവങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഇപ്പോൾ മലയാളിക്ക് ചൈനീസ് വിഭവങ്ങൾ പോലെ തന്നെ തായ് വിഭവങ്ങളും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ തായ് വിഭവങ്ങൾ തയ്യാറാക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ 2 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് ഇനി നെക്സ്റ്റ്? അടുത്തതായിട്ട് ടേസ്റ്റിംഗ് റൗണ്ടാണ്. നമ്മളുടെ 6 സെമി ഫൈനലിസ്റ്റുകളും ഇവിടെ തയ്യാറായി നിൽക്കുവാണ്. അവരുടെ വിഭവങ്ങളെല്ലാം തന്നെ റെഡിയാണ്. ടീന, ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് യുവേഴ്സ്? ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ചോച്ചി പ്ല എന്ന് പറഞ്ഞ തായ് ഡിഷാണ്. അതിൽ ഫിഷ് ഫില്ലെ യൂസ് ചെയ്തിട്ട് ഒരു സോസ് ഉണ്ടാക്കി. ഫിഷ് ഫില്ലെ ഫ്രൈഡ് ഫിഷ് ഫില്ലെയാണ്. കോക്കനട്ട് മിൽക്കിനകത്ത് സോസ് പ്രിപ്പയർ ചെയ്തു. പിന്നെ തായ് ജാസ്മിൻ റൈസ് കുക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് കോമ്പിനേഷൻ. പിന്നെ അതിൻ്റെ കൂടെ ഒരു കോക്കനട്ട് വാട്ടറും പൾപ്പും കൂടെ വെച്ചുള്ള ഒരു ഡ്രിങ്കും. എല്ലാ റൈസും അവരുടെ ഒരു പ്രധാന ഫുഡാണ് റൈസ്. അതെ, റൈസ് ഒരു ആൻഡ് നൂഡിൽ, ബട്ട് റൈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് മീനായിരുന്നു? ഞാൻ ക്രീം ഡോരിയുടെ ഫിഷ് ഫില്ലെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ എല്ലാം അവൈലബിൾ ആയിട്ടുള്ളതാണത് എല്ലാ സ്റ്റോർസിലും. പിന്നെ ഞാൻ 2 ഷുഗർ യൂസ് ചെയ്തിട്ടുണ്ട്. പാം കോക്കനട്ട് ഷുഗറും പിന്നെ നമ്മുടെ നോർമൽ ഷുഗറും. അപ്പാണ് ഒത്തൻറ്റിക് തായ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്തത് സോസിൽ. ഇതിലെന്താണ് കൂടുതലായിട്ട്? അതിൽ ജസ്റ്റ് ഒരു കുറച്ചേറെ ഞാൻ പ്രിപ്പയർ ചെയ്തു. അപ്പം അതിനകത്ത് ചെറിയൊരു കോക്കനട്ട് മിൽക്കിൻ്റെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് മധുരത്തിന് വേണ്ടി. അതൊരു സ്വീറ്റൻഡ് കോക്കനട്ട് മിൽക്കാണ് ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ജസ്റ്റ് കോക്കനട്ട് വാട്ടറും പൾപ്പും. ഒരു തായ് ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കമ്പാരിറ്റീവ് ആണ് ഇവാലുവേഷൻ. 6 പേരുടെയും കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ബട്ട് ഒരു തായ് ഫ്ലേവറിൽ തന്നെയാണ്. താങ്ക് യു. ഇനി രണ്ടാമത്തെ തായ് വിഭവം, അതും എൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഷീലു. ഓക്കെ, ഷീലു വരും.
ഞാൻ ഉണ്ടാക്കിയത് സാത്തേ ചിക്കൻ വിത്ത് പീനട്ട് സോസ്, അതിൻ്റെ കൂടെ ബേസിൽ റൈസും ഒരു റോ മാംഗോ സാലഡ്. ഓക്കെ, പ്രോസസ് എല്ലാം കണ്ടു കഴിഞ്ഞു. ഓക്കെ, വിൽ ഗോ ഫോർ ദിസ് ബേസിൽ. Good presentation. Thank you. And satay is with peanut sauce, no? Yeah. Peanut sauce എൻ്റെ ഒരു വലിയ ഫേവറേറ്റ് അല്ല. അല്ല, ആ ഒരു സ്വീറ്റ്നെസ് എനിക്ക് അത്ര അതിൽ. ഓക്കെ. It's nice. You've done it good. താങ്ക് യു. സാത്തേ ആൻഡ് പീനട്ട് സോസ് എൻ്റെതാണ് കൂടുതൽ നല്ലത്. ബേസിൽ ഫ്രൈസ് ഓക്കെ, ഗുഡ്. താങ്ക് യു. നൈസ് ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമത്തെ തായ് വിഭവം. തേർഡ് കണ്ടസ്റ്റന്റ് സഫീന, പ്ലീസ്. സഫീന നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് എന്തായിരുന്നു? തായ് ജാസ്മിൻ റൈസ് അതിൻ്റെ കൂടെ തായ് റെഡ് കറി, റെഡ് കറി, പ്രോൺസിൻ്റെ റെഡ് കറി പേസ്റ്റിൽ, പിന്നെ ഒരു സാൽമൺ സാൽമൺ ബേക്ക് ചെയ്തോലെ തവ ഫ്രൈ ചെയ്ത്. ഫിഷ് എനിക്ക് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല. പ്രോൺസ് നല്ലൊരു റെഡ് കറി പേസ്റ്റ് തന്നെയാണ്. ആ ഒരു പ്രോൺസിൻ്റെ റെഡ് കറി പേസ്റ്റ് കറക്റ്റായിട്ട് ആ ഫ്ലേവറെല്ലാം തായ് ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോൾട്ട് മറ്റേ മെയിനിന് കുറച്ച് ഉപ്പ് സോൾട്ട് ചെയ്തിരിക്കുന്നു കുറച്ച്. താങ്ക് യു. ഇപ്പോൾ നമ്മളുടെ നാലാമത്തെ വിഭവം എൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. തായ് ഡിഷ് ശരണ്യയാണ് തയ്യാറാക്കിയത്. ശരണ്യ വിളിക്കുന്നു. ശരണ്യ, ബ്യൂട്ടിഫുള്ളി പ്രസന്റ്. താങ്ക് യു. നൈസ്, വെരി നൈസ്. അപ്പോൾ പറഞ്ഞോളൂ, എന്തായിരുന്നു? പട്ടായ്. ഇതാണ് ആക്ച്വലി പട്ടായ് റൈസ് നൂഡിൽസ് ആണ് തായ്ലൻഡിലെ. ഇത് മോർണിംഗ് ഗ്ലോറി പാക് ബൂങ് എന്ന് പറയും തായ് ഭാഷയിൽ. ഇത് ആക്ച്വലി വാട്ടർ സ്പിനാച്ച് വെച്ച് നമ്മളൊന്ന് സോട്ട് ചെയ്ത് ഗാർലിക്കിലും സോയാബീൻ പേസ്റ്റിലും ഒക്കെ ഒന്ന് ഗാർലിക് സോട്ട് ചെയ്തെടുക്കുന്നതാണ്. അത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് അവിടുത്തെ. ഞാൻ എൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു ടീ, തായ് ടീ, ലെമൺ ഗ്രാസ് പാൻഡൻ ലീവ്സും കൂടി യൂസ് ചെയ്ത്. അത് മുറിക്കാം മാം, ഓംലെറ്റ് ആ, വിത്ത് ഓംലെറ്റ് കഴിക്കണം എന്നാണോ? അങ്ങനെ കഴിക്കാം. അതിപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? വാട്ട് ആർ ദ തിങ്സ് ഇൻസൈഡ്? ഇതിൽ ആക്ച്വലി ബീൻ സ്പ്രൗട്ട്സ് ഉണ്ട്, ഡ്രൈഡ് ഷ്രിംപ് ഉണ്ട്, പിന്നെ ഫ്രഷ് ഷ്രിംപ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഗാർലിക് ചൈവ്സ് ഉണ്ട്, ബീൻ സ്പ്രൗട്ട്സ് ഉണ്ട്, റൈസ് നൂഡിൽസ്, പീനട്ട്സ്. ഞാൻ എൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ടാമറിൻ പേസ്റ്റും ബ്രൗൺ ഷുഗറും ഫിഷ് സോസും. ഇത് ആക്ച്വലി വെളുത്തുള്ളിയും അവരുടെ തായ് ചില്ലിയും കൂടെ ചതച്ചുണ്ടാക്കുന്നതാണ്, അപ്പം കുറച്ച് സ്പൈസി.
തായ്ലൻഡിലേക്ക് തിരിച്ചു പോയതുപോലെയുള്ളൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. നല്ലൊരു തായ് ഫ്ലേവർ ടിപ്പിക്കലായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് നോട്ട് എക്സാക്ട് ബട്ട് ഒരു മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരി, ഗുഡ്, താങ്ക് യു. ഇനി നമ്മൾ 5ാമത്തെ കണ്ടസ്റ്റന്റിന്റെ ഷിയാനയുടെ തായ് വിഭവങ്ങൾ സ്വാദ് നോക്കാൻ പോവാണ്. എൻ്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. ഷിയാന പ്ലീസ്. എന്താണ് ചെയ്തിരിക്കുന്നത്? തായ് ചിക്കൻ റൈസ് നൂഡിൽസ് ആൻഡ് ടോമിയോ. സോട്ട് ആൻഡ് സൂപ്പ് സാലഡ്. ഓക്കെ, ആദ്യം ടോമിയോ എന്ന് തുടങ്ങാം. ഒരു പരിധി വരെ എല്ലാം ഇൻഗ്രീഡിയൻസ് ഒന്നും വരാത്തത് കൊണ്ടായിരിക്കാം അല്ലേ? എനിക്ക് വലിയ ഇഷ്ടമുള്ളതായിരുന്നു ടോമിയോ. അതിന് ശരിക്കും നല്ലൊരു സിട്രസ് ഫ്ലേവറും കൂടി നന്നായിട്ടുണ്ടാവും. നല്ലൊരു പുളി ഉണ്ടാകും. അല്ല, സിട്രസ് ലീവ്സ് കിട്ടിയില്ല. പ്ലസ് അതിന് ഒരു നല്ല എരിവും ഉണ്ടാകും. ഒരു കാന്താരി മുളകിൻ്റെ എരിവും, അങ്ങനെ ഒരു ഭയങ്കര ഒരു സംഗതിയാണ്. ആൻഡ് റൈസ് നൂഡിൽസ്. റൈസ് നൂഡിൽസ് ഓക്കെ, ആവറേജ്. ഇച്ചിരൂടെ ഒരു തേടാത്ത പോലെയോ കുറച്ച് തണുത്തത് കൊണ്ടായിരിക്കാം. അത്ര ഭയങ്കര ഒരു തായ് ഫ്ലേവർ എനിക്ക് വന്നില്ല. ഓക്കെ, ഗുഡ്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ലാസ്റ്റ് കണ്ടസ്റ്റൻറ്റ് ബീഗം തായ് വിഭവങ്ങളുമായി എൻ്റെ ഫ്രണ്ടിലെ വിഭവങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. ബീഗം ബീഗം എന്തൊക്കെയാണ് തായ് വിഭവങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്? ഞാനൊരു പെടത്തായ് കൂ എന്ന് പറഞ്ഞിട്ടുള്ള പെടത്തായ് കൂ ഓക്കെ, ഒരു ഫ്രൈഡ് റൈസ് ആണ്. ഒരു പ്രോൺസിന്റെ ഫ്രൈഡ് റൈസ് വിത്ത് ഒരു ഹോട്ട് തായ് ചിക്കൻ ഉണ്ട്. ഹോട്ട് തായ് ചിക്കൻ, ഇത് ഹോട്ട് തായ് ചിക്കൻ. അതൊരു ഫിഷ് ഗ്രില്ലാണ്. ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ശരി, ഓക്കെ. കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര വലുതാ ചിക്കൻ. തിലാപ്പിയ ഫിഷ് ആണ്. തിലാപ്പിയ ഫിഷ് ആണോ? എനിക്ക് റൈസ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഒരു ഭയങ്കര തായ് ഫ്ലേവർ അതിന് വരുന്നില്ല. ചിക്കൻ ഇസ് നൈസ്, വെരി സ്പൈസി ആണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത്. പുളിയും എല്ലാ കാര്യങ്ങളും അതിലേതാണ്ട് വന്നിട്ടുണ്ട്. ഫിഷ് കുഴപ്പം, നമുക്ക് 2 ഐറ്റം മതി. നമ്മളുടെ ഈ ഒരു കുക്കിംഗ് റിയാലിറ്റി ഷോയുടെ അറേബ്യൻ കിച്ചൺ മാജിക്കിൻ്റെ സുപ്രധാനമായ ഒരു ദിവസം തന്നെയാണ്. കാര്യം ടേസ്റ്റിങ് മാത്രമല്ല, അടുത്ത റൗണ്ടായ ഫൈനൽസിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സും കൂടിയായിരുന്നു. അപ്പോൾ ഈ നിൽക്കുന്ന 6 കണ്ടസ്റ്റൻസ് ഏറ്റവും ക്രീമായിട്ടുള്ള ആൾക്കാരാണ്.
2-3 റൗണ്ട് കടന്നാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഫൈനൽസിലേക്കൊക്കെ ആരാണ് പോകുന്നത് അതാണ് നമ്മളിനി അറിയാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഈ കോമ്പറ്റീഷൻ ആദ്യാവസാനം കണ്ടുകൊണ്ടിരുന്നവരാണ്. നിങ്ങൾക്കും ഒരു വിലയിരുത്തൽ ഉണ്ടാകാം. അപ്പോൾ ഇതിൽ നിന്നും അവരുടെ പെർഫോമൻസിൻ്റെ ബേസിസിൽ ഈ ഓരോ റൗണ്ട്സിലും അവർ ചെയ്ത വിഭവങ്ങളുടെ ബേസിസിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇപ്പോൾ സെമി ഫൈനൽ റൗണ്ടിൽ കാണിച്ച ചൈനീസ് ആൻഡ് തായ് ഡിഷസ് അതിൻ്റെ ബേസിസിലായിരിക്കും ഇവർ അടുത്ത റൗണ്ടിലേക്ക് കടന്നത്. അപ്പോൾ ഈ ടേസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു സെലക്ഷൻ ആരൊക്കെയാണ് ഫൈനൽസിലേക്ക് കടന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇപ്പോൾ ടീന ഉണ്ട്, ഷീലു, സഫീന, ശരണ്യ, ഷിയാറ ആൻഡ് ബീഗം. എല്ലാം പരിചിതമായ മുഖങ്ങളാണ്. നിങ്ങളിൽ ആര് പോയാലും വിഷമം തന്നെയാണ്. കാര്യം എല്ലാവരും തന്നെ ചൈനീസ് റൗണ്ടിലും തായ് റൗണ്ടിലും വളരെ ഗംഭീരമായി പെർഫോം ചെയ്ത് കഴിഞ്ഞു. ആരും അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും പറയാനില്ല. റീസണബിളി ഗുഡായിട്ടാണ് എല്ലാവരും ചെയ്തത്. അപ്പോൾ ഇനി ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരു സെലക്ഷൻ എന്തായാലും ഉണ്ടാവും, ഒബ്വിയസ്ലി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? 3 ആൾക്കാരെ ഞാൻ എങ്ങനെ സെലക്ട് ചെയ്തില്ല? ഔട്ട് ഓഫ് 6 ആരെല്ലാം കയറും? ബീഗം എന്ത് പറയുന്നു? കയറുമോ? പറഞ്ഞേ. അറിയില്ല എങ്ങനെയാന്നുള്ളത്. അതിപ്പോൾ ആദ്യം തൊട്ടേ അറിയില്ലായിരുന്നല്ലോ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഈ 2 റൗണ്ടിന്റെ ബേസിസിൽ കയറുമോ? വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ട് അബൌട്ട് ഷിയാറ? നന്നായി ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. കയറുമില്ലേ എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇനി അപ്പൊ പന്ത് എന്റെ കോർട്ടിൽ തന്നെയാണ്. നിങ്ങളെല്ലാവരും നന്നായിട്ട് മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനിനി എന്താ ചെയ്യാ? ശരണ്യ എനിക്ക് തോന്നുന്നു വളരെ കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുവാണ്. ആണോ? ഭയങ്കര കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പോലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു തൃപ്തി എത്രയേ ഉള്ളൂ. സഫീന? സൈലന്റ് പാർട്ടി പറയൂ. ഞാനും എനിക്ക് പറ്റുന്ന പോലെ ചെയ്തു. എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. വാട്ട് അബൌട്ട് ഷീലു? ഞാൻ ആക്ച്വലി ഒത്തിരി എൻജോയ് ചെയ്താ ഇന്നത് ചെയ്ത്. കാരണം ഞാൻ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഇതൊന്ന് ഉണ്ടാക്കണമെന്ന്. ബട്ട് ഐ ഹവ് നെവർ മെയ്ഡ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതായിരുന്നു സാത്തേ. അപ്പൊ ഒരു ലോങ് ടൈം പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ തായ് റൗണ്ട് യു എൻജോയ്? ഐ റിയലി എൻജോയ്ഡ് ആക്ച്വലി. ആക്ച്വലി 2 റൗണ്ടും ഒരുമാതിരി നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും കമ്പാരിസൺ നോക്കണമല്ലോ, അത് കാരണം ഇപ്പൊ അതുകൊണ്ട് ജഡ്ജ്മെന്റ് വെയിറ്റ് ചെയ്യുവാണ്. ടീനയ്ക്ക് എപ്പോഴും ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പരിചയം ഉണ്ടെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ തായ് ആണെങ്കിൽ തായ് ഷെഫിനെ അറിയായിരിക്കും. അറബിക്കോ മിഡിൽ ഈസ്റ്റ് ആണെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു ലേഡീനെ പരിചയം ഉണ്ടാകും അല്ലേ, ഹോം റെസിപ്പീസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ശരണ്യയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി താമസിക്കാനുള്ള, എസ്പെഷ്യലി തായ്ലാൻഡിൻ്റെ ഒരു 1 ഇയർ സ്റ്റേ ചെയ്ത ആളാണ്. ഇനി എല്ലാവരും ആരും മോശമാണെന്ന് പറയാനായിട്ടില്ല, എല്ലാവരും നല്ല മിടുക്കരാണ്. എന്ത് ചെയ്യാം, ഇറ്റ്സ് എ കോമ്പറ്റീഷൻ, സോ ഐ ഹാവ് ടു ഡു സംതിങ്. ഈ മുഖത്തെ ചിരിയെല്ലാം അങ്ങനെ തന്നെ നിൽക്കട്ടെ, വിഷമമൊന്നും വരണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ 3 പേരുടെ പേര് വിളിക്കാൻ പോവാണ്. ഫസ്റ്റ് ഐ എം ഗോയിങ് ടു കോൾ. ഇതൊരു ഓർഡർ ഒന്നും അല്ല, 1 2 3 എന്ന് വിളിച്ചാലും അത് ആ ഒരു ഓർഡറിലൊന്നും അല്ല, എന്താ പറയുക, റാങ്കിങ് അനുസരിച്ചിട്ടല്ല വിളിക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ റാൻഡം കോൾ. കണ്ണടച്ച് പറയട്ടെ. ഫസ്റ്റ് ഇസ് ബീഗം. ബീഗത്തിനെ സെലക്ട് ചെയ്തു, ഫൈനൽസിലേക്ക് കയറിയിരിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ്. അതിശയകരമായ ഒരു മുഖഭാവമാണോ? പ്രതീക്ഷിച്ചില്ല? ഇല്ല, പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ. ആൻഡ് ദ സെക്കൻഡ് വൺ, ഷിയാറ പ്ലീസ്. അത് അടുത്ത പ്രതീക്ഷിക്കാത്ത ആൾ വരുന്നു. ആൻഡ് ദ തേർഡ്, ഷീലു പ്ലീസ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 3 പേര് കയറി, 3 പേര്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന 3 ആൾക്കാർ അപ്പുറം നിൽക്കുകയാണ്. ആൻഡ് നിങ്ങൾ 3 പേര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത പോലെ ഫൈനലി വന്നു. ആണോ? ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ഈ ഒരു റൗണ്ട് ഒത്തിരി എൻജോയ് ചെയ്തു. ഈ ഒരു റൗണ്ട് മാത്രമല്ല, ചൈനീസും എല്ലാം ചേർത്താണ് ഞാൻ മാർക്ക് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ 3 പേരുടെ മൊത്തം ചിരി പോയി. നിങ്ങൾ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ ഔട്ടായി, ഇവരെങ്ങനെ കയറി, നിങ്ങൾ എങ്ങനെ പോയി എന്നുള്ളൊരു വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുകയാണ് അല്ലേ? എന്തായാലും ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിങ്ങൾ 6 പേരും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരാണ്. സോ
എനിക്ക് ആരെയും കളയാൻ വയ്യാത്തൊരവസ്ഥയാണ്. സോ വി തോട്ട് 6 പേരെയും ഫൈനൽസിലേക്ക് കൊണ്ടുപോകാൻ. സോ ഓൾ 3 ആർ ഓൾസോ ഓക്കെ. സോ 6 പേര് കയറി കഴിഞ്ഞു. ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഒരു സസ്പെൻസ് ഇരിക്കട്ടെ വിചാരിച്ചു. നിങ്ങളുടെ മുഖത്തെ ഭാവം കാണാനുള്ളൊരു സന്തോഷം കൊണ്ട്. ഇതിൽ പ്രത്യേകിച്ച് റാങ്കിങ് ഒന്നും ഞാൻ വിചാരിച്ചിട്ടല്ല പറഞ്ഞത്, ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, നല്ല കോൺഫിഡൻസോടെ നിന്ന് ആൾക്കാരെ ഒന്ന് അവസാനത്തേക്ക് പിടിക്കാൻ വിചാരിച്ചു. അപ്പോൾ പിന്നെ പണി. ഓക്കെ, അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സാധാരണ നമ്മുടെ കുക്കിംഗ് റിയാലിറ്റി ഷോയിലൊന്നും ഇങ്ങനെ സെമി ഫൈനലിസ്റ്റുകൾ മൊത്തമായിട്ട് ഇങ്ങനെ ഫൈനൽസിലേക്ക് കയറുന്ന കാഴ്ച കാണാൻ സാധിക്കില്ല. പക്ഷേ ഇത് അറേബ്യൻ കിച്ചൺ മാജിക്കിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് പറയാം. കാരണം പ്രവാസികളായിട്ടുള്ള വീട്ടമ്മമാർ ഒരു പക്ഷേ നാട്ടിലെ ആൾക്കാരെ കാട്ടിലും, അവരും മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, പക്ഷെ അവരെക്കാട്ടിലും കൂടുതലായിട്ട് ഒരു ഭയങ്കര കമ്മിറ്റ്മെൻറ്റോടുകൂടി വളരെയധികം ഹോംവർക്കോടുകൂടി നന്നായിട്ട് പഠിച്ചാണ് വന്ന് ചെയ്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെയും കളയാൻ വയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റൗണ്ട് കൂടെ കടന്നു വരട്ടെ. ഫൈനൽസിൽ വെച്ച് നമുക്ക് വീണ്ടും ഏറ്റുമുട്ടാം അല്ലേ, ഈ 6 പേർക്ക്. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ കൂടിയിട്ടുണ്ട് എല്ലാവരുടെയും. ഇനി ഇതിപ്പോൾ 3 ചുരുങ്ങി വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 മാത്രം ഫൈറ്റ് ചെയ്താൽ മതി. ഇത് നിങ്ങൾ 6 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ പോവാണ്. എഗെയിൻ യു ആർ ഗെറ്റിംഗ് അനദർ ചാൻസ്. അപ്പോൾ നിങ്ങളുടെ മത്സരം തുടരുന്നു. സ്ട്രേറ്റ് ടു ദ ഫൈനൽസ്, 6 of you. Okay, all the best.